ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ ഫോം ഷെയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 3 ഗൂഗിൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് രഞ്ജിത്ത് കുമാർ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ ഇത് തനിഷ്ക എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ട്. അതുപോലെ തന്നെ ഇത് സെബില സന്ധ്യ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ട്. അങ്ങനെ 3 അക്കൗണ്ടുകൾ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 3 ഗൂഗിൾ ക്രോമുകളാണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി ഇത് 3 കമ്പ്യൂട്ടറുകളാണ് എന്ന് കരുതുക. ഓക്കെ, അതായത് ഫസ്റ്റ് ബ്രൗസർ ഉള്ളത് ഒരു സിസ്റ്റത്തിൽ, സെക്കൻഡ് ബ്രൗസർ ഉള്ളത് വേറൊരു കമ്പ്യൂട്ടറിൽ, ഇത് വേറൊരു കമ്പ്യൂട്ടറിൽ. അപ്പോൾ 3 കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരൊറ്റ സ്ക്രീനിൽ ഒറ്റ സിസ്റ്റത്തിൽ ഞാനിത് 3 ബ്രൗസറിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗൂഗിൾ ഫോം ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഏറ്റവും മുകളിൽ അയാൾ എന്ത് ടൈപ്പ് ചെയ്യാം, forms.google.com എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ രഞ്ജിത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ഗൂഗിൾ ഫോംസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പുതിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി 2 ആവശ്യങ്ങൾക്കാണ് ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഒന്ന് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യാൻ, രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നു. അവരത് ഓപ്ഷൻസ് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ മെയിനായിട്ടും ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ബ്ലാങ്ക് ക്വിസ് എന്നുള്ള ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ ഒരു ഫോമാണ്. വലിയ ഡിസൈനിങ് ഒന്നുമില്ല, മെയിനായിട്ട് ഷെയറിങ് കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്ലാങ്ക് ആണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ ഫോമിന് നമുക്കൊരു പേര് കൊടുക്കാം. ഞാൻ ഫോമിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ ഫീഡ്ബാക്ക് ഫോം എന്ന് കൊടുത്തു, ഫീഡ്ബാക്ക് ഫോം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നത് നെയിമാണ്. ഓക്കെ, അത്രേ കൊടുക്കുന്നുള്ളൂ. ഒരു നെയിം ആവശ്യപ്പെട്ടും കൊണ്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഫോം ക്രിയേറ്റ് ചെയ്തു. ഇനിയാണ് നമ്മളിതിൻ്റെ ഷെയറിംഗ് സെറ്റിങ്സിലേക്ക് പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഷെയറിംഗ് സെറ്റിങ്സ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റർ സെറ്റിങ്സിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്കാണോ നമ്മളിത് ഷെയർ ചെയ്യുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊളാബറേറ്ററായിട്ട് സെറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്ത ആളാണ് ഇത് ചെയ്യുന്നത്. ഏതെടുക്കാം, മോറിനകത്ത് ഇവിടെ കാണാം ആഡ് കൊളാബറേറ്റർ എന്ന് കാണാം, ഇത് സെലക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് കാണാം, ഒരു അത് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റുവാണേ. ഫുൾ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കണ്ട സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ, സെൻഡിനകത്ത് നമുക്കിവിടെ ഒരു മെസ്സേജിൻ്റെ ഐക്കൺ കാണാം, അതിൽ താഴെ കാണാം കണ്ടോ, ആഡ് കൊളാബറേറ്റേഴ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മൾ മോറിനകത്ത് പോയിട്ട് ആഡ് കൊളാബറേറ്റർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് കൊളാബറേറ്റർ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇവിടെ tanishka.clt, ആ ഒരു വ്യക്തിക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഫോം അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, അയാളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, നോർമലി ഇവിടെ എഡിറ്റർ എന്ന് പറയുന്ന ഒരു പെർമിഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാകുക, എഡിറ്റർ. അതിനുശേഷം സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫോം എന്തായി, നേരെ തനിഷ്കയുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ആയിട്ടുണ്ടാകും ഈ ഫോം. ഇനി തനിഷ്കയുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ഇതാണ് തനിഷ്കയുടെ സിസ്റ്റം. ഓക്കെ, അവിടെ അക്കൗണ്ട് കണ്ടില്ലേ, ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രൊഫൈൽ ഫോട്ടോ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ തനിഷ്ക എന്ത് ചെയ്യുന്നു, ഏറ്റവും മുകളിൽ forms.google.com എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, തനിഷ്കയുടെ അക്കൗണ്ടിലേക്ക് മാറാം. ഓക്കെ, തനിഷ്കയ്ക്ക് ആ ഫോം വന്നിട്ടുണ്ടാവുമല്ലോ, ഇതാ വന്നിട്ടുണ്ട്, ഫീഡ്ബാക്ക് ഫോം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തനിഷ്ക എന്ത് ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു. ഈ തനിഷ്കയ്ക്ക് ആവശ്യമുള്ള എഡിറ്റിംഗ് ഒക്കെ ഇതിനകത്ത് നടത്താൻ പറ്റും. ഈ ഫോം തനിഷ്കയ്ക്ക് തന്നെ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഈ തനിഷ്ക നോർമലി എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഫീൽഡ് കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ചെറിയൊരു എഡിറ്റിംഗ് വർക്ക് നടത്തി നോക്കാം. അതായത് പ്ലസ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഇവിടെ നെയിം കഴിഞ്ഞു, അതിനുശേഷം നമുക്കിവിടെ ഏജ് എന്ന് പറയുന്നത് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു.
കണ്ടോ, തനിഷ്ക എന്ത് ചെയ്തിട്ടുണ്ട്, നെയിമിൻ്റെ കൂടെ ഏജ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കൂടി ഈ ഫോമിനകത്തേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി രഞ്ജിത്തിനകത്തേക്ക് ഒന്ന് വന്ന് നോക്കിയേ, രഞ്ജിത്തിൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് നെയിമിൻ്റെ കൂടെ ഏജ് കൂടി വന്ന് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഈ രീതിയിൽ ഒരു കൊളാബറേറ്ററായിട്ട് വേറൊരാളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് നമ്മളെയും എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഉള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തനിഷ്ക ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, എഡിറ്റിംഗ് വർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫീൽഡ് ഒന്ന് ഒഴിവാക്കുവാണേ, ഡിലീറ്റ് ചെയ്യുന്നു, ഏജ് ഫീൽഡ് ഒഴിവാക്കി. തനിഷ്കയ്ക്ക് ഈ ഫോം കിട്ടിക്കഴിഞ്ഞാൽ തനിഷ്ക ചെയ്യേണ്ട എന്താണെന്ന് അറിയോ, ഇവിടെ മോറിൽ പോയിട്ട് എന്തെടുക്കുക, മേക്ക് എ കോപ്പി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ഫീഡ്ബാക്ക് ഫോമിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഓക്കെ, ഞാൻ ഈ ഫോമിൻ്റെ പേര് ഒന്ന് മാറ്റിയിട്ട് ഫീഡ്ബാക്ക് ഫോം കോപ്പി എന്നാക്കിയിട്ട് ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിഷ്കയ്ക്ക് ലഭിച്ചിട്ടുള്ള ഫോമിൻ്റെ ഒരു കോപ്പി തനിഷ്ക എടുത്തു. ഓക്കെ, അതിന് പേരൊക്കെ മാറ്റി ഫീഡ്ബാക്ക് ഫോം കോപ്പി എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്ത് എഡിറ്റിംഗ് വർക്ക് നടത്തി കഴിഞ്ഞാലും, അതായത് ഏജ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഫീൽഡൊക്കെ ആഡ് ചെയ്ത് നോക്കിയേ, ഒന്നും അത് രഞ്ജിത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കണ്ടോ, അപ്പോൾ തനിഷ്ക എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി എടുക്കണം. അഥവാ എടുക്കാതെ അത് ചെയ്താൽ നേരെ അത് രഞ്ജിത്തിൻ്റെ ഫോമിനെയും എഫക്റ്റ് ചെയ്യും. രഞ്ജിത്ത് ഒരു ഫോം വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് രഞ്ജിത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ടാവും ഫോം ഡിസൈൻ ചെയ്ത പോലെയൊന്നും അല്ല ഉള്ളത്, ഇത് അയച്ചു കൊടുത്ത ആൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരുത്തി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത്തരം ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അതായത് ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഫോമൊക്കെ ഡിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഫോമിൻ്റെ കുറച്ച് ഭാഗം ഒരാൾ ഡിസൈൻ ചെയ്യുന്നു, ഒരു സെക്ഷൻ ഒരാൾ ഡിസൈൻ ചെയ്യുന്നു, ബാക്കി അടുത്ത സെക്ഷൻ വേറൊരാളാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ നമ്മൾ കൊളാബറേറ്ററായിട്ട് സെറ്റ് ചെയ്തിട്ട് ഡിസൈനിങ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷനുകളിൽ ഈ ഷെയറിങ് വളരെ ഓക്കെയാണ്. ഓക്കെ, എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫോം നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അയാൾ എന്ത് മാറ്റം വരുത്തിയാലും അത് എന്നെ ഒരിക്കലും ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല. അയാൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയാണ് കിട്ടേണ്ടതെങ്കിൽ അയാൾ നോർമലി കോപ്പി എടുക്കില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്യില്ല, മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അയാൾക്കൊരു കോപ്പിയാണ് കിട്ടേണ്ടതെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു, ഇതാ ഫീഡ്ബാക്ക് ഫോം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രഞ്ജിത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ മോറിനകത്ത് പോയിട്ട് ആഡ് കൊളാബറേറ്റർ എന്നുള്ള സെറ്റിങ്സ് എടുക്കുക. ആരുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്നും അടിക്കേണ്ട. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഏറ്റവും താഴെ കാണാം ഗെറ്റ് ലിങ്ക് എന്ന് കാണാം. ഇതിനകത്ത് ചേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ റെസ്ട്രിക്റ്റഡ് മാറ്റിയിട്ട് നമുക്ക് എനിവൺ വിത്ത് ദി ലിങ്ക് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ എഡിറ്റർ എന്നുള്ള പെർമിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ ലിങ്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ കോപ്പി ചെയ്യുന്നു, കോപ്പി ലിങ്ക് അടിക്കുക. ഓക്കെ, ഈ ലിങ്ക് അതേപോലെ നമ്മൾ എന്ത് ചെയ്യരുത്, വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വാട്സാപ്പിലൂടെയോ അതും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ നമ്മൾ ആ ലിങ്ക് അതേപോലെ എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമ്മളൊരു നോട്ട് പാഡ് എടുക്കുക, ആ ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചിഹ്നം കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് മുന്നേ എഡിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് മാറ്റിയിട്ട് അവിടെ കോപ്പി എന്നാക്കുക. ഓക്കെ, അതിനുശേഷമാണ് ഈ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടോ, ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളിത് വേറൊരാൾക്ക് എന്ത് ചെയ്യാം, ഏത് മുഖേന വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വാട്സാപ്പിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഈ ലിങ്ക് കിട്ടുന്ന ആളെ എന്ത് ചെയ്യുന്നറിയോ, ആ ലിങ്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ലിങ്ക് എടുത്തിട്ട് അവരുടെ ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ ഞാനിതാ മൂന്നാമത്തെ സിസ്റ്റം എടുത്തു. മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിബില സന്ധ്യ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടാണ്. അവർക്ക് ഈ ലിങ്ക് കിട്ടി. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിൽ ഈ ലിങ്ക് എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. കണ്ടോ, മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മേക്ക് എ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹെഡിങ് തന്നെ ഇതേപോലെ ആയിരിക്കും വരിക. കണ്ടോ, കോപ്പി ഓഫ് ഫീഡ്ബാക്ക് ഫോം എന്നായിരിക്കും വരിക. ഈ സിബില സന്ധ്യ എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് എഡിറ്റിംഗ് ജോലികളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിബില സന്ധ്യയുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിബില സന്ധ്യ എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ബ്രൗസർ ഒരേ സമയം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഓരോ പ്രാവശ്യം പേസ്റ്റ് ചെയ്യുമ്പോഴും എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചില ഒരു സിസ്റ്റം വെച്ചിട്ട് ഞാനിത് 3 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 3 ബ്രൗസർ വെച്ചിട്ട് കാണിക്കണം. അതായത് ഒന്നുകിൽ ഒന്ന് മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒരു അക്കൗണ്ട് ഗൂഗിൾ ക്രോമിൽ, ഒരു അക്കൗണ്ട് മോസില്ല ഫയർഫോക്സ്, അങ്ങനെ വെച്ച് കാണിക്കേണ്ടിയിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ 3ഉം ഗൂഗിൾ ക്രോം തന്നെയാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലിങ്കിനകത്ത് നമ്മൾ ചെറിയൊരു എഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു, അയാളുടെ കോപ്പിയാണ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോമിൻ്റെ ഒരു കോപ്പി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മേക്ക് എ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗൂഗിൾ ഡ്രൈവിൽ, ആരാണോ ഈ മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യുന്നത് അവരുടെ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും ഈ ഫോം സേവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അവരെന്ത് എഡിറ്റിംഗ് നടത്തിയാലും അതൊരിക്കലും എന്നെ ബാധിക്കില്ല. ഓക്കെ, ഇത് മെയിനായിട്ടും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അത് ഈ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കോപ്പി എന്നാക്കിയിട്ട് മാറ്റണം. ഓക്കെ, അതല്ല എങ്കിൽ ഈ ലിങ്ക് കിട്ടുന്ന ആൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് എൻ്റെ അക്കൗണ്ടിലേക്ക്, എൻ്റെ ഗൂഗിൾ ഫോമിന് അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മളിപ്പോൾ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഒരു കാര്യം. അപ്പം ബി ആൻ എക്സ്പെർട്ട് പുതിയ ട്രിക്സും ടിപ്സും അതുപോലെ തന്നെ ട്യൂട്ടോറിയലുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോസും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസും ബി ആൻ എക്സ്പെർട്ട് വീഡിയോസും എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.